ഇവരെയും ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ പോകുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നേരെ ഗവൺമെൻറ്റിലേക്ക് പോകും പ്രോപ്പർട്ടി. നമ്മൾ ചില കേസുകളൊക്കെ കേൾക്കാം, അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റ മകളും ഭാര്യയാണുള്ളത്. അപ്പോൾ ആളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രദേഴ്സ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നു. അപ്പം ഇത് വില്ല് എഴുതി വെക്കാത്തതുകൊണ്ട് വരുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ അല്ല, ഇറക്കി വിടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രോപ്പർട്ടി ആരുടെയാണെന്ന് അറിയില്ലല്ലോ. ആ പ്രോപ്പർട്ടി ആരുടെയാണെന്ന് ആദ്യം ചോദിക്കണം. ഓക്കെ, അത് ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ വൈഫിന് അതിൽ ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ഐഡിയലി നേരത്തെ പറഞ്ഞതിൻ്റെ ക്ലാസ് 1 ഞാൻ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ വൈഫും ഇല്ല, മക്കളുമില്ല, മദറുമില്ല, 4 പേരും ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ക്ലാസ് 2 പറഞ്ഞില്ലേ, ഒരു കാറ്റഗറി ക്ലാസ് 2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ അതിൽ തന്നെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ എന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലെവലിൽ ഫസ്റ്റ് എൻട്രിയിൽ വരുന്ന ആളാണ് ഫാദർ. ഫാദർ ക്ലാസ് 1 കാറ്റഗറിയിലേ ഇല്ല. അതായത് ഒരു മെയിൽ ഹിന്ദു മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ ഫാദറിന് യാതൊരു അധികാരവുമില്ല. ഫാദറില്ല, പിക്ചറിലില്ല. വൈഫും അമ്മയും മക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം, ഇവരാരും ഇല്ലെങ്കിൽ മാത്രമേ ഫാദർ കം ഇൻ ടു ദ പിക്ചർ. ഫാദറും ഇല്ല എങ്കിൽ മാത്രമേ സെക്കൻഡ് എൻട്രിയിലാണ് ബ്രദറും സിസ്റ്ററും വരുന്നത്. അല്ലാണ്ട് ബ്രദറും സിസ്റ്ററിനും റൂളില്ല. ഇവരാരും ഇല്ലെങ്കിൽ മാത്രമേ ബ്രദറും സിസ്റ്ററും വരുന്നുള്ളൂ. ഇനി ബ്രദറും സിസ്റ്ററും ഇല്ലെങ്കിലും ഇവരാരുമില്ല, ഫാദറുമില്ല, ബ്രദറും സിസ്റ്ററും ഇല്ലെങ്കിൽ മാത്രമേ ബ്രദറും സിസ്റ്ററിൻ്റെയും മക്കൾ വരത്തുള്ളൂ. ഓക്കെ, ഈ പറയുന്ന കാറ്റഗറിയിൽ ക്ലാസ് 1ഉം ക്ലാസ് 2 ഒരുവിധം ബന്ധുക്കളൊക്കെ അതിൽ പോയി. ഇതിൽ ആരും ഇല്ലെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഗ്നേറ്റ് ഫാദറിൻ്റെ ബന്ധുക്കൾ, ഇതിൽ ആരും ഇല്ലെങ്കിൽ ബാക്കിയില്ല ഫാദറിൻ്റെ ബന്ധുക്കൾ, ഇതിലും ആരും ഇല്ലെങ്കിൽ മാത്രമേ മദറിൻ്റെ ബന്ധുക്കൾ, ഇവരെയും ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ പോകുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നേരെ ഗവൺമെൻറ്റിലേക്ക് പോകും പ്രോപ്പർട്ടി. ഇതാണ് ഒരു മെയിലിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.